ലഹരി വിമുക്ത രാജ്യത്തെ 127 ലഹരി ഉപയോഗ സ്പോട്ടുകളിൽ 3 കേരളത്തിലാണെന്നും ഇതിൽ കൊച്ചിയാണ് ഏറെ മുന്നിലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിന്നെ കൊണ്ട് ആരെയും നീ വെച്ചിട്ട് പോയട്ടെ. എന്നാ പിന്നെ നീ അങ്ങ് ഉണ്ടാക്ക്. നീ വന്നട്ടെ. സോറി മക്കളെ, ഭാഗ്യത്തിന് വണ്ടിക്കൊന്നും പറ്റിയില്ല. പറ്റില്ല ഇയാള് പറയുന്ന കേട്ടോ, പറ്റിയില്ല പോലും. താനൊക്കെ ഇത് മറ്റെടുത്ത് നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? നീ ഒന്നവിടെ ചൂടാന്ന്. വണ്ടിക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. കുട്ടികളായി കഴിഞ്ഞ ഒരു മര്യാദയൊക്കെ വേണ്ടേ? കുട്ടികളും പട്ടികളൊന്നുമില്ല. താൻ 5000 തന്നിട്ട് ഇടുന്ന് പോയാൽ മതി. തന്തവൈമ കൊണ്ട് കുറേ എണ്ണം വന്നോളൂ. 5000 ഉറുപ്പ്യ നീ പോടാ. എന്താ പ്രശ്നം? ഡ്രഗാന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ സാധനമുണ്ട്. സൗകര്യമല്ലോ. ഒരുത്തനൊരു പിച്ചാത്തി എടുത്തെങ്കിൽ വീശിക്കഴിഞ്ഞാല് ഡ്രഗാന്നും പറഞ്ഞു ഓനെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാല് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയല്ലോ. ഇവനൊക്കെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കണ്ടേ? ബാക്കി പോലീസുകാർ നോക്കിക്കോളൂ. വീട്ടിലേക്കൂടാ. നിങ്ങളിതിൽ ഇടപെടണ്ട. പോയേ ഇടപെടണ്ട. എന്നോട് പോലടാ പറഞ്ഞ. അതല്ലേ പറഞ്ഞ നിങ്ങളോട് ഇടപെടണ്ടെന്ന്. എങ്ങനെ ഇടപെടാണ്ടിക്കോ? നിങ്ങളുടെ അണിയനാണെങ്കിൽ നിങ്ങൾ നടു റോട്ടിലിട്ടിട്ട് പോവോ? നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ കുട്ടികളുടെ അസ്വാഭാവികമായിട്ട് ഒരുപാട് രംഗത്ത് നമ്മൾ കാണാറുണ്ട്. ഇടപെട്ടാലോ? തന്ത വൈബ്, അമ്മാവൻ, ഇവരൊക്കെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുവന്നേ? ഒരുത്തനൊരു പിച്ചാത്തി എടുത്ത് വീശിക്കാൻ അവനെ മാറ്റി നിർത്താം. നിയമത്തിന്റെ മുമ്പിലേ 21 വയസ്സാ പ്രായപൂർത്തി. ഇവനെ എന്റെ അനിയനാ, എന്റെ മോനെ പോലെ ഞാൻ വളർത്തി. ഇവനെന്നല്ല, ഇവനെ പോലത്തെ ആരുടെ കേസിലും ഞാൻ ഇടപെടും. എനിക്കങ്ങനെ കണ്ണോടിച്ച് പോകാൻ പറ്റില്ല. നിസാര കാര്യങ്ങൾക്ക് പോലും ആയുധമെടുക്കുന്ന, രക്തബന്ധത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കാത്ത ലഹരിക്കടിമപ്പെട്ടവരെ മാറ്റി നിർത്താതെ നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ ലഹരി മാഫിയക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം.